ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മളുടെ പൂക്കിമന്ത്രിയില്ലേ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ഇപ്പോഴത്തെ ആളുടെ കുറച്ച് നിലപാടിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിലപാടെന്ന് പറയുമ്പോൾ ആൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സംസാരിച്ചതും ആ സെയിം സബ്ജക്റ്റിൽ ആൾ ഭരണപക്ഷത്ത് വരുമ്പോൾ സംസാരിക്കുന്നതുമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അന്നത്തെയും ഇന്നത്തെയും എന്താണെന്ന് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലയോ മുഖ്യമന്ത്രി വി.ഡി. സതീശ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നോ, അതോ കേരളത്തിലെ ജനങ്ങളെ എളുപ്പം പറ്റിക്കാമെന്നോ? താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? താങ്കൾ ഇങ്ങനെ നിയമസഭയിലൊക്കെ പോയി കവലയിൽ പോയി പ്രസംഗം നടത്തുന്ന പോലെ, കവലപ്രസംഗം നടത്തുന്ന പോലെ താങ്കൾ ഈ നിയമസഭയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് ഇങ്ങനെ കൈയൊക്കെ ആട്ടി ഇങ്ങനെ എടുത്തടിച്ചൊക്കെ കാര്യം പറഞ്ഞു കഴിയുമ്പം എല്ലാവരും താങ്കൾ പറയുന്നത് അങ്ങ് വിശ്വസിക്കുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ് ശ്രീ വി.ഡി. സതീശൻ, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ആളുടെ നിലപാടിൽ തന്നെ നമുക്കത് വ്യക്തമാണ്. അതായത് പല കാര്യങ്ങളും പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ പലതും അയാൾ ഇപ്പോൾ വന്നിട്ട് യു-ടേൺ അടിക്കുകയാണ്. യു-ടേൺ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി യു-ടേൺ ഉണ്ടോ? എത്രയോ കാര്യങ്ങളിൽ. അതിലൊരു കാര്യമാണ് പി എം ശ്രീ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാ വാർത്താ ചാനലിലൂടെയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട് പി എം ശ്രീ എന്താണെന്ന്. ഈ പി എം ശ്രീയെ പറ്റി ഇദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പറഞ്ഞത്, ഒരു കാരണവശാലും ഇത് നടക്കാൻ സമ്മതിക്കത്തില്ല. ഇത് അന്നത്തെ സർക്കാരായിരുന്ന LDF സർക്കാരും BJP സർക്കാരും തമ്മിലുള്ള ഒരു അന്തർധാര എന്നൊക്കെയാണ് ഇയാൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ ഈ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി ആയപ്പോൾ നേരെ യു-ടേൺ അടിച്ചു. യു-ടേൺ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി യു-ടേൺ, നേരെ യു-ടേൺ അടിച്ചിട്ട് പറയുന്നു ഇപ്പം അത് നടപ്പാക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ടിപ്പോൾ എന്താ, നേരെ പഴയ സർക്കാരിൻ്റെ മുകളിൽ തലയിൽ കൊണ്ടിടുകയാണ് ഈ കാര്യങ്ങളൊക്കെ. തലയിൽ കൊണ്ടിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സർക്കാർ പൈസ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. എടോ മനുഷ്യ, അറ്റ്ലീസ്റ്റ് ഒരു കത്തെങ്കിലും അയക്ക്. കഴിഞ്ഞ സർക്കാരുണ്ടല്ലോ, ഇത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തെങ്കിലും കേന്ദ്ര സർക്കാരിനോട്ട് അയച്ചു. താങ്കൾ ഒരു കത്തെങ്കിലും അയക്കുക. നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് പറയുന്ന വി.ഡി. സതീശ മുഖ്യമന്ത്രി, ഒരു കത്തെങ്കിലും കേന്ദ്രത്തിലോട്ട് അയക്കുക. അല്ലെങ്കിൽ താങ്കൾ രാത്രിയിൽ BJPയും പകല് കോൺഗ്രസും എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയേണ്ടി വരും. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലിപ്പ് വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് നിങ്ങളൂടെ കാണണം. അതായത് ഇവരുടെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ KM ഷാജി, മുസ്ലിം ലീഗ് യൂത്തിൻ്റെ വലിയ ആളാണ്. അയാളുടെയൊക്കെ പ്രസംഗമൊക്കെ സൂപ്പറാണ്. നമ്മളും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ആരാധകനാണ്. പക്ഷേങ്കിൽ ആള് ഇപ്പോൾ മന്ത്രിയായപ്പോൾ നേരെ യു-ടേൺ അടിച്ച്. ആളുടെ ഒരു ബൈറ്റ് ഞാനിവിടെ വെക്കാം, നിങ്ങളത് കണ്ടിട്ട് വാ. ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കുന്ന അറബിക്കടലിൽ ഇറങ്ങിയിരുന്നൊക്കെ ചോദിച്ചാൽ, ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടെടുക്കുക, പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടില്ലെങ്കിൽ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം LDF കൊടുക്കില്ല, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ പിന്നീട് അത് എല്ലാ ഹോസ്പിറ്റലുകളും പോയാൽ കാണാം, എല്ലാം അവിടെ ചിത്രം വെച്ചിരിക്കുന്നു, പണം വാങ്ങി. അതിന് ആക്ഷേപിക്കാൻ ഞങ്ങൾ വരാതിരിക്കുന്നത് അത് ഹൈഡ്രോളജിക്കൽ പ്രോബ്ലം. ഇതേപോലൊരു സംഭവമാണ് ഗൈസ് കരിമണൽ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആൾ പറഞ്ഞ കാര്യങ്ങളാണ്. കരിമണൽ കരാറ് അവർ ക്യാൻസൽ ചെയ്യും, കരിമണൽ കുഴിക്കാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ആൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്യായ പ്രസംഗം എന്ന് പറഞ്ഞാൽ വാരിക്കോരി പുളകം കൊള്ളുന്ന പ്രസംഗം. പക്ഷെ ആൾ നേരെ ഇപ്പോൾ മുഖ്യമന്ത്രിയായി യു-ടേൺ അടിച്ച്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഗൈസ്, പോയി കണ്ടിട്ട് വരൂ. കരിമണൽ ഖനനത്തിൽ നിലപാട് മാറ്റിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമരസമിതി നിലപാട് തിരുത്തിയില്ല എങ്കിൽ തോട്ടപ്പള്ളിയിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ്. അടുത്ത മാസം 5-ന് സമരസമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിച്ചേർത്ത് തോട്ടപ്പള്ളിയിൽ വിപുലമായ യോഗം ചെയ്യും. നിങ്ങൾ കേൾക്ക് ഗൈസ്, എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്ക്. ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഭരണപക്ഷത്ത് വരുമ്പോൾ പറയുന്ന കാര്യങ്ങളും. അതുപോലെ തന്നെ അടുത്തൊരു വിഷയമാണ് മദ്യം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചത്.
വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിലൂടെ സംസ്ഥാന ഖജനാവിലുണ്ടാകുന്ന നഷ്ടക്കണക്കാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ബിഗ് ടിവി ബിഗ് ബ്രേക്കിംഗ്. 600 കോടിയുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിലുണ്ടാവുക. എന്നാൽ ഈ നീക്കം ഗുണം ചെയ്യുന്ന ഒരാൾ മറുഭാഗത്തുണ്ടാകില്ലേ? അതാണ് ബക്കാടി കമ്പനി. ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞത് ഇലക്ഷൻ പ്രമാണിച്ച് കോടികളുടെ അഴിമതി, ഞാൻ ആളുടെ ഭാഷ തന്നെ പറയുന്നതാണ്, കോടികളുടെ അഴിമതി നടത്താനുള്ള പരിപാടിയാണെന്ന്. അതേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ 3-ാം ദിവസം അധികാരമേറ്റു 3-ാം ദിവസം ഒപ്പിട്ട ഫയല് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 3-ാം ദിവസം എന്തോ ഫാസ്റ്റായിട്ടാണ്. ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ നാട്ടിലെ ഫയലുകൾ നീങ്ങിയായിരുന്നെങ്കിൽ എത്ര എളുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ സോൾവ് ആയേനെ. നിങ്ങൾക്കറിയാവോ, കാപട്യത്തിൻ്റെ നമ്പർ 1 ആണ് നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം MLA, കുട്ടനാടിൻ്റെ സ്വന്തം പാർട്ടിയിലുള്ള MLA കുട്ടനാട് വള്ളംകളി സംബന്ധിച്ച് ഒരു ലീവിൻ്റെ കാര്യം നിയമസഭയിൽ സംസാരിച്ചപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അത് പരിശോധിച്ചിട്ട് പറയാം അല്ലെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയും നേരെ തൊട്ടപ്പുറത്തിരുന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹം പറയാം ഒരു കാരണവശാലും കൊടുക്കത്തില്ലെന്ന്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ എന്താണ് ഗൈസ്, പൊതുമധ്യത്തിലൊരു കാര്യവും ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യവും വൈരാഗ്യ ബുദ്ധി വെച്ച് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശരിക്കും ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളിലാണ് ആൾ യൂട്ടേൺ അടിച്ചത്. ഇന്ന് വള്ളംകളി നടന്ന സമയത്ത് അവിടുത്തെ കുറച്ച് യുവാക്കൾ ചേർന്നൊരു പരിപാടി ഒപ്പിച്ചായിരുന്നു. ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് വാ. അതുപോലെ തന്നെ കല്ലൂർക്കാട് പള്ളിയും അങ്ങനെ മാപ്പിളശ്ശേരി തറവാടും ഒക്കെ അങ്ങ് ഒത്തുചേർന്ന് കിടക്കുന്ന മതമൈത്രിയുടെ ഇപ്പം ശരിയാക്കി തരാം. അല്ലയോ ശ്രീ വി ഡി സതീശ, താങ്കൾ ഒരു മുഖ്യമന്ത്രിയാണ്. താങ്കൾ ചട്ടമ്പിമാരെ പോലോ കവലപ്രസംഗം നടത്തുന്ന ആൾക്കാരെ പോലൊന്നും അല്ല ഇനി പെരുമാറേണ്ടത്. താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താങ്കൾ UDFൻ്റെ മാത്രം നേതാവായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് താങ്കൾ ഈ കേരളത്തിൻ്റെ മൊത്തം ആൾക്കാരുടെയും, അത് ഓരോ പാർട്ടി അനുസരിച്ചല്ല, BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ പാർട്ടിക്കാരുടെയും മുഖ്യമന്ത്രിയാണ് താങ്കൾ. അപ്പോൾ താങ്കൾ സംസാരിക്കുന്ന സംസാരത്തിലും എടുക്കുന്ന നിലപാടിലും ഉറച്ച് നിൽക്കുന്ന കാര്യത്തിലെല്ലാം ആ താങ്കളുടെ നേരത്തെ പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കണം. അല്ലെങ്കിൽ താങ്കൾ നിലപാടിൻ്റെ രാജകുമാരനായിട്ടല്ലായിരിക്കും അറിയപ്പെടുന്നത്, യൂട്ടേൺ രാജകുമാരൻ എന്നായിരിക്കും അറിയപ്പെടുന്നത്. കാരണം ഇപ്പം പൂക്കി എന്ന് വിളിക്കുന്ന ജെൻസികൾ താങ്കളെ ഇനി കുറച്ച് കഴിയുമ്പം യൂട്ടേൺ എന്ന് താങ്കളെ വിളിക്കും. കാരണം അത്രയും കാര്യങ്ങളിൽ താങ്കൾ ഇപ്പോൾ യൂട്ടേൺ അടിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം, താങ്കളുടെ പാർട്ടിയും മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞതുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.